ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പനീറാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന പനീർ വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന പനീർ. നമ്മളുണ്ടാക്കുന്ന പനീറിൻ്റെ സോഫ്റ്റോ ടേസ്റ്റോ ഒന്നും നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുമ്പോൾ കിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ പനീർ വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കിയാലും കറി ഉണ്ടാക്കിയാലും ഒക്കെ വളരെ ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഈ പനീർ ഉണ്ടാക്കുന്നത് പാലിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ടാണ്. പാൽപ്പൊടിയും കൂടി ചേർത്തുണ്ടാക്കുന്ന പനീർ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ടാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാത്രമല്ല നമ്മുടെ കയ്യിൽ പാല് കുറവാണെങ്കിൽ പാൽപ്പൊടി ചേർത്താൽ പനീറിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടാൻ സാധിക്കും. ഈ പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് പാലാണ്. 250 മില്ലി ലിറ്ററിൻ്റെ കപ്പിൽ 3 കപ്പ് പാൽ, അതായത് 3/4 ലിറ്റർ പാലുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പാൽപ്പൊടി ആഡ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി നമുക്ക് ആദ്യം 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇത് മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വെള്ളത്തിൻ്റെ ചൂട് കൂടുകയും വേണ്ട. ഇളം ചൂടുള്ള പാലെടുത്ത് പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. 1 കപ്പ് പാൽപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പാലിൻ്റെ ഒരു തിക്നെസ് ഇതിന് കിട്ടും. ഈ പാൽപ്പൊടി ചേർത്ത് മിക്സ് നമുക്ക് ഈ പാലിൻ്റെ കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ പാൽപ്പൊടി മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പനീർ ഉണ്ടാക്കാൻ കഴിയും. പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പാൽ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. പാൽ ചൂടാകുന്ന സമയത്ത് ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ പാട കെട്ടാൻ ഇടയാവരുത്. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഇടയ്ക്കിടെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പാലിൻ്റെ മുകളിൽ പാട കെട്ടും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാലിവിടെ നന്നായിട്ട് തിളച്ച് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കും. അതിനുശേഷം നമുക്കിതിലേക്ക് സുർക്ക, അതായത് വിനീഗർ ചേർക്കണം. വൈറ്റ് വിനീഗറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർക്കാം. പക്ഷേ എനിക്ക് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സുർക്കയാണ്. അതുകൊണ്ട് ഞാനിതിലിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ സുർക്ക ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ വീണ്ടും ചേർക്കണം. നമുക്കിത് ചേർത്തിട്ടൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് പിരിഞ്ഞു വരുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് സുർക്ക ആഡ് ചെയ്യണം. ഇതിപ്പോൾ പാല് മുഴുവൻ പിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം കൂടി സുർക്ക ഇതിലേക്ക് ചേർക്കാം. അര ടേബിൾ സ്പൂൺ വരെ സുർക്ക ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി നന്നായിട്ട് ഇളക്കി നോക്കാം. ഞാനിതിൻ്റെ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാൽ മുഴുവൻ നന്നായിട്ട് പിരിഞ്ഞു വരുന്നുണ്ട്. പാലും വെള്ളമൊക്കെ വേറെ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ വെള്ളം വേറെ തന്നെ മാറി നിന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. കാരണം ഇത് ചൂടോടെ തന്നെ ഇരുന്നാൽ ഈ പനീർ കൂടുതൽ വെന്ത് പോവും. അപ്പോൾ ഇത് വല്ലാതെ ഹാർഡായി പോവും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കുക. അതാകുമ്പോൾ പനീർ കൂടുതൽ വെന്ത് പോവില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനൊരു ബൗളിൻ്റെ മുകളിൽ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പനീർ ഇതിൽ വെച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ. പനീർ വെള്ളത്തോടു കൂടി നമുക്ക് ഈ ക്ലോത്തിലേക്ക് ഇടാം. ചെറിയ ബൗളായതുകൊണ്ട് ഇത് പെട്ടെന്ന് നിറഞ്ഞിട്ടുണ്ട്. നമുക്കിതിലുള്ള വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ ബൗൾ എടുക്കാൻ ശ്രദ്ധിച്ചോളൂ. ഞാൻ എടുത്തത് അല്പം ചെറുതായിപ്പോയി.
ഈ വെള്ളം ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഈ പനീർ നമുക്ക് വീണ്ടും ഈ ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ തുണി ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഇതിലുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം. കൂടുതൽ ബലം പിടിച്ച് പിഴിയരുത്, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് തുറന്നിട്ട് ഈ പനീർ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ തുണി കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ടോ ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മതി. ഇനി ഒരു കത്തി വെച്ച് ഇതിൻ്റെ 4 വശവും ഒന്ന് നല്ല സ്മൂത്താക്കി എടുക്കണം. കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ തുണി ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. താഴെ ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്ട്രെയിനറിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം നിറച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. കൂടുതൽ വെയിറ്റുള്ള സാധനമൊന്നും വെക്കരുത്, പനീർ വല്ലാതെ ഹാർഡായി പോവും. ഞാനിപ്പോൾ ഇതൊരു ഏകദേശം 1 ലിറ്റർ വെള്ളം ഉണ്ടാവും, ഇതാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. കൂടുതൽ വെയിറ്റ് എടുത്ത് വെക്കരുത്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ താഴത്തെ ബൗളിലേക്ക് പൊയ്ക്കോളും. അപ്പോഴേക്കും പനീർ നല്ല സെറ്റായിട്ടുണ്ടാവും. ഏകദേശം 1 മണിക്കൂർ ഞാൻ ഇതുപോലെ വെക്കും. പനീർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഈ വെള്ളം നിങ്ങൾ കളയണ്ട. ഇത് ഉപയോഗിച്ച് ചപ്പാത്തി, നാൻ, പൊറോട്ട ഒക്കെ നമുക്ക് കുഴച്ചെടുക്കാം. ഈ വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. മാത്രമല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ വെള്ളം. പിന്നെ ചിക്കൻ കറിയിലും പച്ചക്കറിയിലും ഒക്കെ ഈ വെള്ളം ചേർക്കാം. ഞാൻ ഇത് വെച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ ടേസ്റ്റാണ്. അതുപോലെ ചപ്പാത്തിക്കും നാനിനൊക്കെ കുഴച്ചിട്ടുണ്ട്, അതൊക്കെ വളരെ ടേസ്റ്റാണ് ഈ വെള്ളം ഉപയോഗിച്ച് കുഴച്ച് കഴിഞ്ഞാൽ. ഉണ്ടാക്കിയ ദിവസം തന്നെ നിങ്ങൾക്ക് ഈ വെള്ളം ആവശ്യമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പനീർ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ മുകളിലുള്ള വെള്ളം എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ പനീർ തുറന്ന് നോക്കാം. ഇതിലുള്ള വെള്ളം ഈ ബൗളിലേക്ക് വന്നിട്ടുണ്ട്, ഇതിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം. അതുകൊണ്ട് തന്നെ പനീറിൽ ഇപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവില്ല. പനീർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. പൊതുവെ പനീർ ഉണ്ടാവുന്നത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടാണ്. നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് പനീറാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. മാത്രമല്ല പനീർ ഉണ്ടാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പാലൊന്ന് തിളപ്പിച്ച് സുർക്കയും ചേർത്ത് ഇതുപോലെ കോട്ടൺ ക്ലോത്തിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. അത്ര എളുപ്പമാണ് പനീർ ഉണ്ടാക്കാൻ. നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന പനീർ എനിക്കൊട്ടും ഇഷ്ടമാവാറില്ല. പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീർ തന്നെയാണ് നല്ലത്. കടയിൽ നിന്നും വാങ്ങിയിട്ട് പുഡിങ് ഉണ്ടാക്കിയാൽ എനിക്ക് അത്ര ശരിയായി കിട്ടാറില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.